നമുക്കിനി നോക്കാം. കബീർദാസിന്റെ ദോഹ ആദ്യത്തത്. സാധു सीप समुद्र के सदगुरु स्वाति बूंद तृषा गई एक बूंद थे क्या लव करो समुद्र. നോട്ട്ബുക്ക് കൈവച്ചിട്ടുണ്ടായിരിക്കും. അന്നേരം ഇതിനകത്ത് പറയുന്നത് यहाँ पर कबीरदास ने सदगुरु की महिमा के बारे में वर्णन किया है. കേട്ടോ, इस दोहे में कबीरदास जी ने सदगुरु के स्वभाव അല്ലെങ്കിൽ उनकी महिमा का वर्णन किया है. മനസ്സിലായോ? മനസ്സിലായോ? കേക്കാൻ വയ്യേ? കേക്കോ? ആ, ಅದರ സദ്ഗുരു ആരെ പോലാണെന്നാണ് പറയുന്നത്. ഒരു സദ്ഗുരു സാധു സീപ് സമുദ്രിക്ക്. അന്നേരം സാധു എന്ന് പറഞ്ഞാൽ സദ്ഗുരു അല്ലെങ്കിൽ असंत वे किसके समान होते हैं? समुद्र 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 के सीप के समान होते हैं. सीप എന്ന് പറഞ്ഞാൽ ഓയിസ്റ്റർ എന്നാണ് പറയുന്നത്. ഓയിസ്റ്റർ അറിയാലോ എല്ലാവർക്കും എന്താണെന്ന്? അറിയാം ഓയിസ്റ്റർ എന്താണെന്ന്? അറിയാവോ? പേളൊക്കെ കിട്ടുന്ന, മുത്ത് കിട്ടുന്ന അതിനെയാണ്, ആ ഒരു ചിപ്പിക്കാണ് ഓയിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ, അന്നേരം സാധു അല്ലെങ്കിൽ സദ്ഗുരു കിസ്കെ സമാൻ ഹെ? समुद्र के सीप के समान है. समुद्र के सीप के समान है. सदगुरु स्वाति बूंद. और सदगुरु किसके समान है? वह स्वाति नक्षत्र. स्वाति स्वाति नक्षत्रान स्वाति नक्षत्र में दिए गए बूंद के समान है. बूंद ड्रॉप. ഈ മഞ്ഞ സമയത്ത് സ്വാതി നക്ഷത്രത്തിൽ നിന്നും ഇറ്റ് വരുന്ന അതിൽ നിന്നും ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന ആ ഡ്രോപ്പാണ് എന്താ? സദ്ഗുരു. മനസ്സിലായോ? ആ, ഇനി അതിന്റെ അർത്ഥം ഞാൻ പറയാം. സാധു സമുദ്ര കെ സീപ് കെ സമാൻ ഹെ. ഓർ സീപ് ഈ ഒരു സ്വാതി നക്ഷത്രത്തിന്റെ ആ ഒരു ഡ്രോപ്പിന്റെ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം പറയുന്നെന്ന് പറയുന്നത്, ഈ സ്വാതി ബൂന്ത് ഇപ്പം വാഴയിലയിൽ ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ അത് കർപ്പൂരമായി മാറും. പക്ഷെ ഇതൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പറയുന്ന വെച്ചാൽ ഈ ഓയിസ്റ്ററിന്റെ പുറത്ത് ഇതിന്റെ ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ അത് പേളായി മാറും. അതുപോലെ തന്നെ ഈ സ്വാതിയുടെ ബൂന്ത് പാമ്പിന്റെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ അത് വിഷായി മാറും. മനസ്സിലായോ? ഈ സ്വാതി ബൂന്തിന്റെ 3 കാര്യങ്ങൾ, ആ ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ, അതിന്റെ ആ ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ അത് 3 രൂപത്തിലാണ് കൺവേർട്ട് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇത് ശരിയാണോ തെറ്റാണെന്നോ അറിയത്തില്ല, ഒരു കവി സങ്കല്പമാണ്. മനസ്സിലായോ? അന്നേരം ഈ സ്വാതി നക്ഷത്രത്തിന്റെ ബൂന്ത് ഈ സീപ്പിൽ വീഴുമ്പം എന്തുവായി മാറും? എന്തുവായി മാറും? എന്തുവായി മാറും? പേളായി മാറും, ഇല്ലേ? മുത്തായി മാറും. മനസ്സിലായോ? അതായത് ഈ സീപ്പ് എന്ന് പറയുന്നത് എതിനകത്താ കിടക്കുന്നത്? സമുദ്രത്തിനകത്താ കിടക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ആ സമുദ്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലം, 4 ചുറ്റും വെള്ളം, എത്ര വേണമെങ്കിലും വെള്ളം ആർക്ക് കിട്ടും? സീപ്പിന് കിട്ടും. പക്ഷെ ഈ സീപ്പിനകത്ത് ആ മുത്ത് വരണമെങ്കിൽ ഏത് തുള്ളി വെള്ളം വരണം? സ്വാതി നക്ഷത്രത്തിൽ നിന്നും ഇറ്റ് വീഴുന്ന ആ ഒരു എന്തുവാ ബൂന്ത് വന്നാൽ മാത്രമേ എന്തുവാ ഈ സീപ്പിനകത്ത് എന്തുവായി മാറത്തുള്ളൂ? പേളായി മാറത്തുള്ളൂ, അല്ലെങ്കിൽ മുത്തായി മാറത്തുള്ളൂ. മനസ്സിലായോ?
അന്നേരം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സീപ്പ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, സദ്ഗുരു കെ സ്വഭാവ് കെ ബാരെ മേ ബത്തായ ഗയാ ഹെ. അന്നേരം സദ്ഗുരു എന്ന് പറയുന്ന ആള് ഹമാരെ ലോക് മേ, അല്ലെങ്കിൽ നമ്മുടെ നാല് ചുറ്റും എന്താണുള്ളത്? ഇഷ്ടം പോലെ മായാജാലങ്ങളും ഇല്ലേ, സ്വാർത്ഥതയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്നും എല്ലാം എന്തുവാ ദൂരെ മാറി നിന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുന്ന വ്യക്തിയാണ് സദ്ഗുരു എന്ന് പറയുന്ന ആള്. മനസ്സിലായോ? അന്നേരം അന്നേരം ഈ സ്വാതി നക്ഷത്രവും ഇവിടെ ബൂന്തും എല്ലാം പറഞ്ഞു അല്ലെ? അന്നേരം സ്വാതി അല്ല, സീപ്പിനെ പോലെ, സമുദ്രത്തിന്റെ സീപ്പിനെ പോലെയാണ് സാധു അല്ലെങ്കിൽ സദ്ഗുരു ഇല്ലേ? अगर सदगुरु सीप कैसा है? सीप कैसा होता है? समुद्र में रहता है, लेकिन समुद्र का पानी में रहने पर भी उसे समुद्र की पानी की जरूरत नहीं है। ले उसके जरूरत किसकी है? वह स्वाति नक्षत्र की बूंद की जरूरत है, ताकि उस सीप में क्या पैदा कर सके? मोती पैदा कर सके। മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? തൃഷ ഗൈ ഈക് ബൂന്ത്. തൃഷ എന്ന് പറഞ്ഞാൽ പ്യാസ്, പ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ദാഹം. ദാഹം ഗൈ എന്ന് പറഞ്ഞാൽ മാറി. ഇക് ബൂന്ത് തെ, ഒരു ബൂന്ത് കൊണ്ട്. ഒരു ബൂന്ത് എന്ന് വെച്ചാൽ എന്താ? സ്വാതി നക്ഷത്രത്തിന്റെ ഒരു ബൂന്ത് കൊണ്ട് ആരുടെ പ്യാസ് ഇല്ലാതായി? ഈ സീപ്പിന്റെ പ്യാസ് ഇല്ലാതായി. उसी प्रकार सदगुरु भी अच्छे बातों को स्वीकार करके, अच्छे बातों के एक बूंद से वह क्या बन जाता है? उनका प्यास बुझ जाता है, അല്ലെങ്കിൽ ज्ञान का उदय हो जाता है उनके मन में। മനസ്സിലായോ? മനസ്സിലായോ? क्या लव करो समुद्र। अच्छा, क्या लव എന്ന് വെച്ചാൽ क्या करेगा समुद्र। अच्छा, समुद्र का पानी कुछ नहीं कर सकता ले। समुद्र के पानी होने पर भी सीप में क्या नहीं उत्पन्न होता है? मोती उत्पन्न नहीं होता है। उसके लिए क्या चाहिए? स्वाति नक्षत्र की बूंद की जरूरत है। മനസ്സിലായോ? और उसी प्रकार सदगुरु जो है वह इस സമുദ്ര രൂപി इस संसार, ഇവിടെ സമുദ്രം എന്ന് പറയുന്നത് ഈ ലോകമായിട്ട് നമുക്ക് കാണാം ഇല്ലേ? इस लोक में जो भी बुराई है उसे वह स्वीकार नहीं करता है, केवल अच्छी बातों को ही वह स्वीकार करता है, और उसके मन में ज्ञान का उदय होता है। മനസ്സിലായോ? മനസ്സിലായോ? അതിന്റെ വേണമെങ്കിൽ ഞാനൊരു അർത്ഥം തരാമെന്ന് എഴുതിയെടുത്തോ. ബുക്കൊക്കെ എടുത്തോ? एഴുതിക്കോ. कबीर दास जी कहते हैं, कबीर दास जी कहते हैं, सच्चे साधु, सच्चे साधु लोग, सच्चे साधु लोग सीप के समान, सीप के समान होते हैं, होते हैं। എഴുതിയോ? जैसे, जैसे एक सीप, जैसे एक सीप
सागर के बीच में, सागर के बीच में रहते हुए भी, रहते हुए भी सिर्फ सिर्फ स्वाति नक्षत्र में, स्वाति नक्षत्र में गिरी गिरी बूंद को ही, गिरी बूंद को ही अपने अंदर, अपने अंदर ग्रहण करती हैं, अपने अंदर മിസ് ഒന്നുകൂടെ ഒന്ന് പറയാവോ? सिर्फ स्वाति नक्षत्र में, सिर्फ स्वाति नक्षत्र में गिरी बूंद, बूंद को ही, को ही अपने अंदर, अपने अंदर ग्रहण करती हैं, कौमा, अंदर ग्रहण करती हैं, कौमा, उसे सागर के पानी से, उसे सागर के पानी से कुछ कुछ लेना देना, लेना देना नहीं होता, नहीं होता। वैसे ही, वैसे ही साधु को, वैसे ही साधु को सीप समान, सीप समान वे भी, वे भी चारों तरफ, चारों तरफ फैली, फैली माया से, माया से आकर्षित, आकर्षित नहीं होते, नहीं होते। और सद्गुरु, और सद्गुरु उनके लिए, उनके लिए स्वाति बूंद, उनके लिए स्वाति बूंद की तरह होती हैं, तरह होते हैं, तरह होते हैं, तरह होते हैं। उनकी प्यास, उनकी प्यास सिर्फ, सिर्फ सद्गुरु से ही, सद्गुरु से ही बुझ सकती हैं, बुझ, ബുദ്ധിയുടെ ഛായാണ് ദാഹമില്ലാതാകുന്നത്, सद्गुरु से ही बुझ सकती हैं। वे उन्हीं से, वे उन्हीं से संतुष्ट हो सकते हैं, वे उन्हीं से संतुष्ट हो सकते हैं। എഴുതിയോ? Yes, എഴുതിയോ? yes, എഴുതിയോ? miss.
അന്നേരം ഇതിന്റെ ആ ഒരു അനോട്ടേഷൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം. എന്നിട്ട് മൂന്ന് പാരഗ്രാഫായിട്ട് അനോട്ടേഷൻ എഴുതാം. ആദ്യത്തേനകത്ത് പ്രേംചന്ദ് അല്ല, കബീർ ദാസിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഒരു 2-3 സെന്റൻസ് പറയണം കബീർ ദാസിനെ കുറിച്ച്. ആ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് രണ്ടാമത്തേതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം. മൂന്നാമത്തേല് ഇങ്ങനെ എഴുതണം: ഇസ് മെയിൻ ഇസ് ദോഹെ में इस दोहे में सदगुरु की महिमा का वर्णन हुआ है. सदगुरु की महिमा का वर्णन हुआ है. सदगुरु की महिमा का वर्णन हुआ है. എഴുതിയോ? ഇനി നോക്കി അടുത്തത്. जाके मुह माथा नहीं, ना ही रूप पुरु, कुहुप बास न पात्रा, ऐसा तत् अनूप. इसमें ईश्वर की महिमा का വർണ്ണൻ किया है. അങ്ങനെ മുമ്പേ തന്നെ നമ്മൾ കബീർദാസിനെ കുറിച്ച് പഠിച്ചപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ് വഹ് നിർഗുൺ ഭക്തിധാര കെ പ്രമുഖ കവി ഹെ ഇല്ലേ. നിർഗുൺ എന്ന് പറയുമ്പോ എന്താ അറിയാല്ല, ആകാരമില്ലാത്ത ദൈവത്തെ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ മൂർത്തി പൂജയില് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കബീർദാസ്. അന്നേരം വേ ഈശ്വർ के बारे में इस दोहे में വർണ്ണൻ किया है. ഈ ദോഹയില് ഈശ്വരനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് പറയുന്നേ ജാക്കെ മുഹ് മാഥാ നഹി. അന്നേരം ജിസ്കെ, ജാക്കെ എന്ന് പറഞ്ഞാൽ ജിസ്കെ, മുഹ് മുഹ് എന്ന് വെച്ചാൽ ജിസ്കെ മുഹ് നഹി ഹെ, മാഥാ നഹി എന്ന് വെച്ചാൽ ജിസ്കെ മാഥാ ബി നഹി ഹെ എന്ന് വെച്ചാൽ വായുമില്ല, മാഥ വെച്ചാൽ മസ്തകമില്ല അല്ലെങ്കിൽ തലയും ഇല്ല. നാഹി രൂപ ഗുരു और ना ही वह सुंदर है और ना ही वह गुरु है. മനസ്സിലായോ? जिसके मुख नहीं है, जिसका माथा नहीं है, जिसका रूप सुंदर नहीं है, ना ही सुंदर है. മനസ്സിലായില്ലേ? ये ईश्वर के बारे में वर्णन किया है. ईश्वर कैसा है? ईश्वर का ना तो मुख होता है, ना मस्तिष्क होता है, ना ही वह सुंदर है, ना ही वह गुरु है. മനസ്സിലായോ? മനസ്സിലായോ? പുഹുപ്പ് ബാസ് നേ പാത്ര. പുഹുപ്പ് എന്ന് പറഞ്ഞാൽ പുഷ്പ്, പുഷ്പ് എന്ന് വെച്ചാൽ ഫൂൾ. മനസ്സിലായോ? ഫ്ലവർ. ബാസ്, ബാസ് എന്ന് പറഞ്ഞാൽ മണം. മനസ്സിലായില്ലേ? ബാസ് എന്ന് പറയുന്നത് മണം. നേ പാത്ര नहीं पता चलता है. पात्रा എന്ന് പറഞ്ഞാൽ पता चलता है या फैल जाता है. മനസ്സിലായോ? ऐसा तत्, ऐसा तत् तत्व അല്ലെങ്കിൽ ऐसा ईश्वर है. अनूप, अनूप എന്ന് പറഞ്ഞാൽ എന്താ? उनका अस्तित्व है. മനസ്സിലായോ? ഞാനത് പറയാം. जिस प्रकार पुष्प में क्या रहता है? बास रहता है. ഇല്ലേ? എല്ലാ മിക്ക പുഷ്പത്തിനും എന്തുണ്ട്? മണമുണ്ട്. ഇല്ലേ? लेकिन उस बास के हम देख नहीं सकते हैं, ना ही छू सकते हैं. അല്ലേ? നമുക്ക് ആ സ്മെല്ല് നമുക്ക് കാണാനും പറ്റത്തില്ല, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ടച്ച് ചെയ്യാനും പറ്റത്തില്ല. പറ്റുമോ? അത് പറ്റുമോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? अगर ईश्वर किसके समान है? एक पुष्प के बास के समान है. बास ഞാൻ പറഞ്ഞ स्मेल. अगर पुष्प का बास कैसा होता है? वह फैलता है, इले हवा में फैलता है. उसको हम अनुभव कर सकते हैं. इले നമുക്കത്
എന്തോ നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതിനൊരു മണം ഉണ്ടെന്നുള്ളത്. അല്ലാതെ ഹം ഉസേ നാ തോ ഛൂ സക്തേ ഹൈ എന്ന് വെച്ചാൽ ഛൂനാന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് നോക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ എന്തോ കാണാനും പറ്റത്തില്ല. ഇല്ലേ? ऐसा तत्वनु എന്ന് വെച്ചാൽ ऐसा इसी तरह है ईश्वर का तत्व. मतलब ईश्वर की अभिव्यक्ति भी अस्तित्व भी ऐसा ही होता है. मतलब इस दुनिया में ईश्वर का, इस संसार में ईश्वर का अस्तित्व भी ऐसा ही है. मतलब उसका ना तो कोई मुंह है, ना माथा है, ना कोई रूप है, और ना ही वह कुरूप है. इसलिए जिस प्रकार पुष्पों में जो बांस रहता है, लेकिन उस बांस को हम केवल अनुभव करते हैं, उसे हम छू भी नहीं सकते हैं और ना ही उसे देख सकते हैं. वैसा ही ईश्वर है. ईश्वर का जो अस्तित्व है उसका केवल हम अनुभव कर सकते हैं, ना हम उसे छू सकते हैं और ना ही हम देख सकते हैं. മനസ്സിലായോ? മനസ്സിലായോ? Yes, miss. हाँ. Yes, miss. हाँ, यहाँ पर कबीर दास जी ने हिंदू और मुसलमान, इस दुनिया के हिंदू और मुसलमान दोनों लोगों के हंसी उड़ाया. हंसी उड़ाना ചിലത് കളിയാക്കിക്കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. क्योंकि हिंदू और मुसलमान लोग क्या करते हैं, ईश्वर की तलाश में मंदिर मस्जिद भटकते फिरते हैं. ഇല്ലേ? ഇവര് അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ ഈശ്വരന്റെ എന്തോ തേടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. लेकिन उन्हें क्या प्राप्त नहीं होता है, वहां ईश्वर उसे तो दिखाई नहीं देता है, उसे केवल एक मूर्ति ही दिखाई देता है. वह यथार्थ में वह ईश्वर का रूप नहीं है. മനസ്സിലായില്ലേ? उसके वह केवल क्या है, उस ईश्वर केवल कैसा होता है, वह हर एक जगह पर है. എല്ലടവും ഉണ്ട്. कहीं पर भी हम ईश्वर का अस्तित्व सभी जगह पर है. वास्तव में हमारा ईश्वर हमारे मन में ही बसा हुआ. യഥാർത്ഥത്തിൽ ഈശ്വർ നമ്മുടെ മനസ്സിൽ തന്നെയാണ് വസിച്ചിരിക്കുന്നത്. ലേക്കിൻ ഉസ്കാ മെഹസൂസ്, മെഹസൂസ് എന്ന് അതിനെ കുറിച്ച് ആ ഒരു വ്യക്തി അതിനെ കുറിച്ച് അറിയുന്നില്ല. അവരുടെ മനസ്സിൽ തന്നെ ഈശ്വരനുണ്ടെന്ന്. ആ ഈശ്വരനെ അറിയാതെ ആൾക്കാർ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈശ്വരനെ കാണാൻ വേണ്ടി തേടി നടക്കുന്നു. അന്നേരം കബീർ പറയുന്ന അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് ഒരു രൂപവും ഇല്ലാത്തതാണ്. അതിനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതിന്റെ ആ ഒരു മഹിമ നമുക്ക് അനുഭവിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എങ്ങനെയാണോ ഒരു പുഷ്പില് ബാസ് ഉള്ളത്, ആ ബാസ് എന്ന് പറയുന്നത് उसका केवल अनुभव कर सकते हैं. മനം നല്ലയാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ उसे हम ना तो स्पर्श कर सकते हैं और ना ही हम देख सकते हैं. वैसे ही ईश्वर है. മനസ്സിലായോ? Yes, miss. അതിനെ Yes, miss. അതിനെ എഴുതിക്കോ. इस दोहे में ईश्वर के स्वरूप, ईश्वर के स्वरूप, ईश्वर के स्वरूप के संदर्भ में कबीरदास ने कहा है. कबीरदास ने कहा है. कहा है कि
എഴുതിയോ? എവിടം വരെ എഴുതിയത്? कबीरदास ने कहा है कि ईश्वर के कबीरदास ने कहा है कि जिसके कोई मुह नहीं है, जिसके कोई मुह नहीं है, कौमा कोई माथा नहीं है, कोई माथा नहीं है, कोई माथा नहीं है, वह तो निर्गुण निर्गुण और निराकार है, निर्गुण और निराकार है, निर्गुण और निराकार है। उसे उसे ना तो सुंदर सुंदर कहा जा सकता है, सुंदर कहा जा सकता है, और ना ही कुरूप कुरूप कुरूप। वह फूलों की वह फूलों की खुशबू के समान है, वह फूलों की खुशबू के समान है, फूलों की खुशबू के समान है। जिसे जिसे ना तो छुआ जा सकता है, छुआ जा सकता है, और ना ही देखा जा सकता है, ना ही देखा जा सकता है। लेकिन उसके अस्तित्व को महसूस किया जा सकता है, अस्तित्व को महसूस किया जा सकता है। महसूस किया जा सकता है। ऐसा है निर्गुण पर ब्रह्म അല്ലെങ്കിൽ ईश्वर। इसका अर्थ है कि इसका अर्थ है कि इसका अर्थ है कि ईश्वर को हम मंदिर, देवालय और मूर्तियों में एक रूप में
ढाल कर देखते हैं. ढाൽकर ढाൽकर ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് അതിനകത്ത് വെച്ച് നമ്മൾ ഒരു ദൈവത്തിനെ കാണുന്നു. के रूप में ढालकर देखते हैं. यह सत्य नहीं है. यह सत्य नहीं है. यह सत्य नहीं है क्योंकि वह तो निराकार है. वह तो निराकार है, कॉमा कण कण में व्याप्त है. कण कण में व्याप्त है. कण कण में व्याप्त है. जिसके अस्तित्व को समझा जा सकता है. जिसके अस्तित्व को समझा जा सकता है. ഇതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതിന്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ട. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എല്ലാത്തിനും സെയിം ആയിട്ട് എഴുതിയാൽ മതി. മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് इसमें मूर्ति पूजा का विरोध किया है. मूर्ति पूजा का विरोध किया है. എഴുതിയോ ഇത്രയും? അത് ആ രണ്ടെണ്ണം മനസ്സിലായോ? രണ്ട് ദോഹ എടുത്ത് രണ്ട് ദോഹ മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഒന്നുകൂടെ എടുക്കാം. ഇന്ന് എളുപ്പമുള്ളതാ. देखो ऐसी वाणी बोलिए मन का आपा खोए अपना तन शीतल करे औरन को सुख होए. अनरम यहाँ पर कबीरदास ने मीठी वाणी बोलने का उपदेश दिया है. अनरम यहाँ इस दोहे में कबीरदास ने मीठी वाणी बोलने का उपदेश दिया है. और हम इसमें वे कहते हैं, क्या कहते हैं? ऐसी वाणी बोलिए. हमें ऐसी वाणी बोलनी चाहिए मन का आपा खोए, जिससे मन का आपा अहंकार हो जाए അല്ലെങ്കിൽ नष्ट हो जाए. अपना तन शीतल करें, अच्छा हमारे शरीर को शीतलता पहुंचे അല്ലെങ്കിൽ ठंडक पहुंचे. आवरण को सुख होए, आवरण दूसरों को भी सुख पहुंचे. ഇതാണ് ഇതിന്റെ ശബ്ദാർത്ഥം എന്ന് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് कबीरदास जी कहते हैं कि हमें दूसरों से कैसी वाणी बोलनी चाहिए? मीठी वाणी बोलनी चाहिए. हमें दूसरों से अच्छी अच्छी बातें बोलनी चाहिए. अगर हम दूसरों से मीठी बातें बोलते हैं तो हमारे मन से क्या नष्ट हो जाएगा? अहंकार नष्ट हो जाएगा. यहाँ पर कबीर कहते हैं जब तक हमारे मन में अहंकार की भावना होती है, जब तक हमारे मन में अहंकार की भावना होती है, तब तक हम किस प्रकार से बोल नहीं सकते हैं? दूसरों से अच्छी तरह से बात नहीं कर सकते. अरे दूसरों
जिसे हम मीठी वाणी में बोल नहीं सकते हैं। इसलिए हमें सबसे पहले यही करना चाहिए, നമുക്ക് ആദ്യമായിട്ട് ഇതാണ് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലുള്ള അഹങ്കാര ഭാവം മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? Yes, miss. ആ അന്നേരം Yes, miss. പിന്നെ രണ്ടാമത് अपना तन शीतल करें, अच्छा। जब हम मीठी वाणी दूसरों से बोलते हैं, जब हमारे मन से अहंकार नष्ट हो जाता है, तब हमें क्या मिलता है? हमारे शरीर को एक ठंडक पहुंचती है। ठंडक क्यों पहुंचती है? क्योंकि जब हम मीठी वाणी में दूसरों से बोलते हैं तो दूसरे भी, അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറും? मीठी वाणी में ही बोलेंगे, അവർ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. तब हमारे मन में क्या पहुंचता है? एक ठंडक पहुंचती है, എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു സമാധാനം, മനസ്സിലായില്ലേ? और इससे क्या होता है? जब हमारा मन हमारे मन में ठंडक पहुंचती है तो हम दूसरों से अच्छी तरह से हंसी के साथ, അല്ലെങ്കിൽ मीठी वाणी में बोलते हैं, तो दूसरों को भी क्या मिलता है? सुख पहुंचता है, लेकिन दूसरे भी इससे क्या हो जाता है? संतुष्ट हो जाता है, और वे भी हमसे कैसी बातें करेंगे? मीठी वाणी में बोलेंगे, और इससे हमारा मन भी क्या हो जाएगा? प्रसन्न हो जाएगा. മനസ്സിലായോ? മനസ്സിലായോ? Yes, miss. Yes, miss. അതിനകത്ത് അത്രയും കാര്യങ്ങളെ പറഞ്ഞു തരാനുള്ളു. അതൊന്ന് എഴുതിക്കോ. അത് इस दोहे में कबीरदास जी कहते हैं कि हमें ऐसी वाणी बोलनी चाहिए जिससे हमारा शरीर शीतल हो जाए और सुनने वालों को भी अच्छा लगे. और यह हम तब ही कर सकते हैं जब हम अपने मन की अहंकार की भावना को नष्ट कर दें. जब तक हमारे मन में
अहंकार की भावना है, अहंकार की भावना है, अहंकार की भावना है, तब तक हम दूसरों से मीठी वाणी में बोल नहीं सकते, मीठी वाणी में बोल नहीं सकते। और हमारे मन को भी आनंद का अनुभव नहीं कर सकते, आनंद का अनुभव नहीं कर सकते। എഴുതിയോ? Yes, miss. മൂന്നാമത്തെ ഇതില് എഴുതണം, इसमें मीठी वाणी के उपयोग से, मीठी वाणी के उपयोग से हम किसी भी व्यक्ति को, हम किसी भी व्यक्ति को उसके प्रति हमारे प्यार और आदर का एहसास, एहसास अलगे എഴുതാറുണ്ടെങ്കിൽ അനുഭവം എഴുതിയാൽ മതി, आदर का अनुभव करा सकते हैं, करा सकते हैं। और अहंकार की भावना को, और अहंकार की भावना को त्यागने के लिए भी कहा है, भी कहा है। ഇത്ര എഴുതിയോ? മിസ് ഒന്നുകൂടെ പറയാം. എവിടം വരെ എഴുതിയേ? അവസാനത്തെ വരി. उसके प्रति हमारे प्यार और आदर का एहसास करा सकते हैं एഴുതിയോ? അവിടം വരെ എഴുതിയോ? अनुभव करा सकते हैं और हमारे मन के अहंकार की भावना को त्यागने के लिए कहा है, त्यागने के लिए कहा है। എഴുതിയോ? യെസ് മിസ്. അതിൽ 3 ദോഹ എടുത്ത് അതിന്റെ നോട്ട്സ് ഞാൻ തന്ന് ഇത് നിങ്ങൾ നോക്കണം, ഇൻട്രൊഡക്ഷൻ നോക്കണം, അതുപോലെ തന്നെ ഇതും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നാളെ ഉണ്ടോ? ഫ്രൈഡേ നിങ്ങൾക്ക് ഇല്ലെന്ന് തോന്നുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ഇല്ലേ? ഉണ്ടോ? ഇല്ല മിസ്. അന്നേരം ഇനി മൺഡേ അല്ലേ ഉള്ളു. അന്നേരം മൺഡേ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കാം. മൺഡേ എത്ര മണിക്കാ?